ഡോക്ടർ ലവ്, രചനാ സംഭാഷണം രുദ്രപ്രിയ. അന്ന് രാത്രി അവൾ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. രാവിലെ നേരെ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലേക്ക് ചെന്നു. ചാരുവിൻ്റെ ചേട്ടനെ അവിടെ അഡ്മിറ്റ് ചെയ്ത വിവരം അറിഞ്ഞുകൊണ്ട് വിനോദ് വിളിപ്പിച്ചതായിരുന്നു ചാരുവിനെ. വിനോദിനെ കണ്ടപ്പോൾ തന്നെ ചാരു കരഞ്ഞു. വിനോദ് അവളെ തോളിൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അയ്യേ, നമ്മുടെ ഹോസ്പിറ്റലിലെ ചാൻസി റാണി എന്ന് ആൾക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ചാരുനന്ദിനി ഇങ്ങനെ കരഞ്ഞാൽ മോശമാണ് കേട്ടോ, കണ്ണു തുടയ്ക്കാൻ പറഞ്ഞുകൊണ്ട് അവളെ കസേരയിൽ ബലമായി പിടിച്ചിരുത്തി അവൻ ടേബിളിന് മുകളിൽ കയറിയിരുന്ന് ഒരു കാൽ നിലത്തേക്ക് കൊത്തി. കരഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് സീരിയസ് ആയി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇതിനു മുമ്പും ഇങ്ങനെയുള്ള ധാരാളം കേസുകെട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അലക്സാണ്ടർ ഡോക്ടറുടെ കീഴിൽ വന്ന 3-4 കേസുകൾക്ക് ഇതുപോലെ ലക്ഷങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വന്ന സമയവും ഉണ്ടായിട്ടുണ്ട്. പണമടയ്ക്കാൻ കഴിയാത്ത പല രോഗികളെയും സഹായിക്കുന്നതിന് വേണ്ടി ചില ചാരിറ്റബിൾ ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള 1-2 പേരുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് അവരുമായി ഒന്ന് ബന്ധപ്പെട്ട് നോക്കാം. ചിലപ്പോൾ അരുണിൻ്റെ ശസ്ത്രക്രിയയ്ക്കുള്ള സഹായം ലഭിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ നിൻ്റെ കരച്ചിലും ബഹളവും? നിൻ്റെ കയ്യിൽ അവൻ്റെ റിപ്പോർട്ടുകളെല്ലാം ഉണ്ടല്ലോ. ചിലപ്പോൾ അതെല്ലാം മെയിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. 3-4 സംഘടനകളുടെ ലിസ്റ്റ് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. ഞാനതിൽ ആരോടെങ്കിലും വിളിച്ചൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. നമുക്ക് അവരോട് നേരിട്ട് ഇടപെടാൻ കഴിയില്ല. ഇതെല്ലാം ചില മാനേജ്മെൻറ്റുകളാണ് നോക്കുന്നത്. അതുകൊണ്ട് നീ പ്രതീക്ഷ കൈവിടാതെ അമ്മയെ സമാധാനിപ്പിക്ക്. അല്ലാതെ നീയും കൂടി കരഞ്ഞു ബഹളം വെച്ച് അവരെ വെറുതെ വിഷമിപ്പിക്കേണ്ട. അല്പം ദേഷ്യത്തിൽ തന്നെ വിനോദ് പറയുമ്പോൾ ചാരു മുഖം അമർത്തി തുടച്ചുകൊണ്ട് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അന്ന് ചാരു ഡ്യൂട്ടിക്ക് കയറിയതേയില്ല. കീർത്തി വിവരമറിഞ്ഞ ഉടനെ തന്നെ ചാരുവിൻ്റെ അടുത്തേക്ക് വന്നു. കരഞ്ഞു കലങ്ങിയിരിക്കുന്ന പെണ്ണിനെ കണ്ടുകൊണ്ടാണ് അവൾ വന്നത്. അവളെ കൊണ്ടാവുന്ന വിധത്തിൽ സമാധാനപ്പെടുത്തി. വിനോദ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചാരു അവളോട് സംസാരിച്ചു. സാറ് ശ്രമിക്കാമെന്ന് പറഞ്ഞില്ലേടി, പിന്നെ എന്തിനാ ചാരു ഇങ്ങനെ കരയുന്നത്? വൈകുന്നേരം വീണ്ടും വിനോദ് സാർ ചാരുവിനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. അരുണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തന്ന നമ്പറിൽ അയാൾ പറയുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കൊള്ളും. ഇതൊരു ചാരിറ്റി ട്രസ്റ്റാണ് ചാരു. നിങ്ങളുടെ ഡീറ്റെയിൽസ് അവരാരോടും പറയില്ല. അരുണിന് മാത്രമേ അതിൽ ഒരാളുമായി കമ്മ്യൂണിക്കേഷൻ പറ്റൂ. അതും സർജറി വിജയകരമായി നടന്നതിന് ശേഷം. ഡീറ്റെയിൽസ് എല്ലാം പക്കയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ബാക്കി കാര്യങ്ങൾ വേഗത്തിലാക്കി തരും. അലക്സാണ്ടർ ഡോക്ടറിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ചാരുവിന് വല്ലാത്ത സന്തോഷവും സമാധാനവും തോന്നി. വിനോദ് സാർ പറഞ്ഞതുപോലെ അടുത്ത ദിവസം 11 മണിയൊക്കെ ആകുമ്പോൾ വിനോദ് കൊടുത്ത നമ്പറിലേക്ക് ചാരു വിളിച്ചു. അപ്പോൾ തന്നെ അവളോട് ചെയ്യേണ്ട സ്ഥലവും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു കൊടുത്തു. അവൾ ഡീറ്റെയിൽസൊക്കെയായി പുറപ്പെട്ടു. ഏകദേശം 1 മണിക്കൂറിലേറെ അവരുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നഴ്സായതുകൊണ്ട് തന്നെ ചാരുവിന് കൃത്യമായി പറഞ്ഞു കൊടുക്കാനും കഴിഞ്ഞു. വീണ്ടും 1.5 മണിക്കൂർ കൂടി ചാരുവിന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഫണ്ട് അക്കൗണ്ടിലെത്തും. അതിനു മുമ്പ് സർജറിക്ക് പറ്റുന്ന ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അറിയിച്ചാൽ മതി. തിരികെ വരുമ്പോൾ വലിയ സന്തോഷത്തിലാണ് ചാരു വിനോദിൻ്റെ ക്യാബിനിലേക്ക് വന്നത്. അവനോടുള്ള നന്ദി എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അവൾക്കറിയാൻ പാടില്ലായിരുന്നു. കയ്യും കൂപ്പി കണ്ണും നിറച്ച് നിൽക്കുന്നവളുടെ കൈ പിടിച്ച് താഴ്ത്തി. ഇതെൻ്റെ ജോലിയുടെ തന്നെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതിന് നീ എന്നോട് നന്ദിയൊന്നും പറയാൻ നിൽക്കണ്ട. അരുണിൻ്റെ അടുത്തേക്ക് ചെന്ന് അവന് സർജറിക്ക് വേണ്ട ആത്മവിശ്വാസം കൊടുക്ക്. ഡോക്ടറോട് ചോദിച്ചിട്ട് ഡേറ്റ് എന്നാണെന്ന് തീരുമാനിച്ചിട്ട് ഉടനെ അവരെ വിവരമറിയിക്കണം. കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങി. അലക്സാണ്ടർ ഡോക്ടറുടെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് അശ്വിനും കൂടെ ഉണ്ടായിരുന്നു. ചാരുവിനും തിയേറ്റർ ഡ്യൂട്ടിക്ക് നിൽക്കേണ്ടി വന്നു. ആദ്യമൊക്കെ അവൾ ഡോക്ടറോട് അതിന് വിസമ്മതം അറിയിച്ചുവെങ്കിലും അലക്സാണ്ടർ ഡോക്ടർ അവളെ അനുവദിച്ചില്ല. ഒടുവിൽ സർജറി നടക്കുന്ന ദിവസം വന്നെത്തി. ഏകദേശം 10 മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു. ഒടുവിൽ സർജറി വിജയകരമായി എന്ന് ഡോക്ടർ പറഞ്ഞു. സർജറി കഴിഞ്ഞപ്പോൾ തന്നെ അരുണിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. പിന്നെ ഒരാഴ്ചയോളം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു. അതിനുശേഷം ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഏകദേശം 1 മാസക്കാലം ICUവിൽ കഴിയേണ്ടി വന്നു. ഈ 1 മാസവും ചാരു തന്നെയായിരുന്നു കൂടെ. പിന്നെ അമ്മയും. ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് പലപ്പോഴും അവൾ ചേട്ടൻ്റെ അടുത്തേക്ക് ഓടി വരും. ചാരുവിന് ഡ്യൂട്ടി തിരക്കായിരിക്കുന്ന സമയത്ത് അവനെ നോക്കുന്നതിന് വേണ്ടി കീർത്തി ഓടിയെത്തും. അശ്വിനുമായി മുമ്പുണ്ടായിരുന്ന ഒരു ചെറിയ അകലം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അലക്സാണ്ടർ ഡോക്ടർ സർജറി കഴിഞ്ഞതിന് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതിൽ പിന്നെ 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ എത്തുകയുള്ളൂ. അപ്പോൾ അരുണിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് അശ്വിനെയാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അമ്മ എന്തിനാ ഇപ്പോഴും ഈ വിവാഹ കാര്യം ഇങ്ങനെ പറയുന്നത്? എനിക്ക് താല്പര്യമില്ലെന്ന് എത്രയോ വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
ഇന്നലെ അമ്മ വിളിച്ചത് കൊണ്ട് വീട്ടിലേക്ക് വന്നതാണ് അശ്വിൻ. അപ്പോൾ തുടങ്ങിയ ഉപദേശം ഇതുവരെ തീർന്നില്ല. ബാഗ് എടുത്ത് തോളിലിട്ട് ബുള്ളറ്റിൻ്റെ താക്കോലുമായി അവൻ ഇറങ്ങി. മൃദുല അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് അമ്മയുടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു. അവൻ തിരികെ അകത്തേക്ക് കയറി. എനിക്ക് വിവാഹമേ വേണ്ടെന്നല്ല അമ്മ. എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഉറപ്പായും ഞാൻ വിവാഹം ചെയ്യും. പക്ഷേ അമ്മ അതുവരെ എന്നെ നിർബന്ധിക്കരുത്. പറഞ്ഞുകൊണ്ട് അവരുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ച് അശ്വിൻ ബൈക്കിലേക്ക് കയറി. വിനോദിനോട് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലേക്കല്ല, നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ചെല്ലുമ്പോൾ ഏകദേശം സമയം താമസിച്ചിരുന്നു. അന്നാണെങ്കിൽ ഒ പിയിൽ പതിവിൽ കൂടുതൽ ആൾക്കാരും എല്ലാവരും ടോക്കൺ എടുത്ത് ചാരു ഡോക്ടറുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ മുഖം ഗൗരവത്തിലായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ കൂടുതലായി ഒന്നും സംസാരിക്കാൻ നിന്നില്ല. നമ്പർ അനുസരിച്ച് ടോക്കൺ വിളിച്ചു തുടങ്ങി. രോഗികളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 2 മണിയോടടുത്തു. എല്ലാം കഴിഞ്ഞ് ചാരു എഴുന്നേറ്റു. വാഷ്റൂം പോയി തിരികെ വരുമ്പോൾ അശ്വിൻ ഫോണിൽ ദേഷ്യത്തിൽ ടേബിളിൻ്റെ മേലെ ഇട്ടു. ഡോക്ടർ, ഞാൻ കഴിച്ചിട്ട് വരട്ടെ. ഇന്നിനി വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? അവൾ പതിയെ ചോദിച്ചു. മുഖം കനിച്ച് കൈ തലയിൽ ചേർത്തിരിക്കുവാണ് അശ്വിൻ. അവളുടെ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞില്ല. എന്താ ഡോക്ടർ, തലവേദനയാണോ? അവൾ കുറച്ചുകൂടി അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ആണെങ്കിൽ നിനക്കെന്ത് വേണം? ഇറങ്ങി പോകുന്നുണ്ടോ ശല്യം ചെയ്യാതെ? അശ്വിൻ ചാരുവിൻ്റെ നേർക്ക് ചാടി. അവൾ പേയടിച്ച് പിന്നിലേക്ക് വേച്ചുപോയി. സങ്കടം അവൻ്റെ പെരുമാറ്റത്തിൽ ഒപ്പം ദേഷ്യവും വന്നു. കുറച്ചു നാളായി ചാരുവിനോട് വളരെ ശാന്തമായാണ് പെരുമാറുന്നത്. പെട്ടെന്ന് അവൻ ദേഷ്യപ്പെട്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു. എന്നാൽ അവളത് പുറമേ കാണിച്ചില്ല. തലവേദനയാണോ എന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ. അതിനാണോ ഡോക്ടർ ഇങ്ങനെ എൻ്റെ നേർക്ക് ചാടുന്നത്? വളരെ ശബ്ദം കുറച്ച് പതിയെയാണ് പറഞ്ഞത്. എന്നാൽ അശ്വിൻ അത് കൃത്യമായി കേട്ടു. കുറച്ചു നാളില്ലാതിരുന്നത് ഇതൊക്കെ വീണ്ടും തുടങ്ങി. എന്താടി, എന്താ നിൻ്റെ പ്രശ്നം? അശ്വിൻ ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ചാരുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കേട്ടു നീ എന്താ പറഞ്ഞതെന്ന്. എന്നിട്ട് കള്ളം പറയുന്നു. അവൻ അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു. കുറച്ചു മുന്നേ അമ്മയെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതിൻ്റെ ടെൻഷനിലിരിക്കുമ്പോഴാണ് പെണ്ണ് ചൊറിയാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യം മുഴുവൻ അവളോട് തീർത്തു. മേലിൽ ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നു പോകരുത്. അവൻ ക്യാബിൻ തുറന്ന് അവളെ പുറത്തേക്ക് തള്ളി. ഇയാൾക്ക് എന്താ ഭ്രാന്തായോ? മനുഷ്യൻ്റെ കൈ പിടിച്ച് തിരിച്ച് ഒരു ആശ്വസൻ പിറുപിറുപ്പോടെ കീർത്തിയുടെ അടുത്തേക്ക് ചെന്നു. കീർത്തിയാണ് ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്. താൻ ചെന്നിട്ട് വേണം അവൾക്ക് ഡ്യൂട്ടി മാറാൻ. 2 പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ അരുണിൻ്റെ കൂടെ നിൽക്കുന്നത്. 2 പേർക്കും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തന്നെ ഇളവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചാരു ചെല്ലുമ്പോൾ അരുൺ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 2 മാസമായി അരുണിൻ്റെ സർജറി കഴിഞ്ഞിട്ട്. വളരെ പതിയെ മാത്രമേ റിക്കവറി സാധ്യമാകൂ. ഡോക്ടർമാർ അത് പറഞ്ഞിട്ടുമുണ്ട്. എന്താടി നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? നിനക്ക് വയ്യേ? ചാരുവിനെ കണ്ടപാടെ കീർത്തി അന്വേഷിച്ചു. ഒന്നുമില്ലടി, ആ രാക്ഷസനെന്ന് ഇടംതിരിവാണ്. അയാളുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടിട്ടാണ് വന്നത്. ആര്? അശ്വിൻ ഡോക്ടറോ? കീർത്തി വിശ്വാസമില്ലാത്തതുപോലെ ചാരുവിനെ നോക്കി. നിനക്കെന്താ ഇത്രയും വിശ്വാസമില്ലാത്തത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട്? അതല്ല, ഇപ്പോൾ കുറേ നാളായി നിങ്ങൾ തമ്മിൽ വലിയ കൂട്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാ. നിനക്കും അത് തോന്നിയല്ലേ? അത് തന്നെയാണ് പ്രശ്നം. ഒരു കൂട്ടുമില്ല. അയാൾക്ക് തലയ്ക്ക് മുഴുത്ത ഭ്രാന്താണ്. ഞാനും അങ്ങനെയൊക്കെയാണ് കരുതിയത്. ഇപ്പോൾ അയാളുടെ ചാട്ടവും തുള്ളലും ഒക്കെ മാറി മനുഷ്യനായി മാറിയിട്ടുണ്ടെന്ന്. പക്ഷേ ശങ്കരൻ ഇപ്പോഴും തെങ്ങിൻ്റെ മേളിലാണ്. പറയുന്നത് പോലെ അയാളുടെ അടിസ്ഥാന സ്വഭാവമൊന്നും മാറില്ലടി. അയാളുടെ സ്വഭാവമൊന്നും മാറില്ലടി. നമുക്കെല്ലാം തോന്നിയില്ലേ അയാൾ നല്ലവനായെന്ന്? അതയാളുടെ അടവാണ്. പറഞ്ഞു കഴിഞ്ഞതും കീർത്തിയെ നോക്കുമ്പോഴുണ്ട് അവളുടെ മുഖമാകെ ഇപ്പോൾ കരയുമെന്ന ഭാവത്തിലാണ്. എന്താടി, എന്തു പറ്റി? നിന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? കീർത്തിയുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ കവിളി തട്ടിക്കൊണ്ട് ചോദിച്ചു. അവളുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോഴുണ്ട് നെഞ്ചിൽ കയ്യും കെട്ടി നിൽക്കുന്നു അശ്വിൻ. ഈശ്വരാ, ഇയാളെപ്പോൾ വന്നു? ഞാൻ പറഞ്ഞത് മുഴുവൻ ഈ രാക്ഷസൻ കേട്ടിട്ടുണ്ടാകുമല്ലോ. ചാരുവിന് വെപ്രാളമായി. എന്നാലും അവൾ അവൻ്റെ മുന്നിൽ നല്ല ധൈര്യത്തിൽ തന്നെ നിന്നു. വളരെ ക്യാഷ്വലായി തന്നെ ഡോക്ടറോട് ഇടപെട്ടു. അശ്വിൻ അരുണിനെ നോക്കി ചെയ്യാനുള്ള ടെസ്റ്റുകളും മറ്റുമൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പട്ടി പറഞ്ഞുകൂടായിരുന്നു ആ കാലൻ പുറത്ത് വന്ന കാര്യം. കീർത്തിയെ പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ചാരു അവളുടെ നേരെ ആക്രോശിച്ചു. വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു. ഡോക്ടറെ ഫേസ് ചെയ്യാനും വയ്യ. ആകെ പെട്ട അവസ്ഥയിലായി ചാരു. എന്നാൽ ഇനി സമയം കൊണ്ട് തന്നെ കീർത്തി ലാബിലേക്ക് പോകാനുണ്ട് എന്നും പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ ചാരുവിന് എവിടേക്ക് ഓടി മാറണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയായി. അതുകൊണ്ട് തന്നെ അവൻ്റെ മുന്നിൽ തോൽക്കാൻ കഴിയാതെ അവൾ ധൈര്യത്തോടു കൂടി നിന്നു.
എന്താ ഡോക്ടർ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഇത്രയൊക്കെ തന്നെ പറഞ്ഞിട്ടും ഒരു ഭാവഭേദവും ഇല്ലാതെ മുന്നിൽ നിൽക്കുന്നവളോട് ആ നേരം തോന്നിയത് ദേഷ്യമാണോ വെറുപ്പാണോ എന്നൊന്നും തിരിച്ചറിയാൻ അശ്വിന് കഴിഞ്ഞില്ല. കോറിഡോർ കഴിഞ്ഞുള്ള നഴ്സിംഗ് സ്റ്റാഫിൻ്റെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അധികം ആൾക്കാരൊന്നും കാണാറില്ല. അശ്വിൻ അവളുടെ അടുത്തേക്ക് ചുവടുവെക്കുമ്പോൾ ചാരു പിന്നിലേക്ക് മാറി. എന്താ ഡോക്ടർ ഉദ്ദേശം? ഉള്ളിലെ പരിഭ്രമം മറച്ചുകൊണ്ട് അവൾ അശ്വിനോട് ചോദിച്ചു. നീ എന്തൊക്കെയാ എന്നെ പറഞ്ഞത്? രാക്ഷസനാണെന്നോ ഞാൻ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ, അത് പിന്നെ കുറച്ചു മുന്നേ ഡോക്ടർ എന്നോട് ചാടിക്കടിക്കാൻ വന്നതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. കൂസലൊന്നുമില്ലാതെയുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ അവന് ദേഷ്യം വന്നു. ആരടി നിന്റെ രാക്ഷസൻ? അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വലിച്ച് തന്നിലേക്ക് ചേർത്തു അശ്വിൻ. എന്നാൽ പെട്ടെന്ന് ചാരു അവൻ്റെ കയ്യിൽ നിന്നും കുതറി മാറി. ഡോക്ടറുടെ കൈ എന്താ ഇരുമ്പ് കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? എവിടെ പിടിച്ചാലും അവിടെ പറഞ്ഞു പോകും. അശ്വിൻ പിടിച്ചു വലിച്ച കൈത്തണ്ടയിൽ ഒഴിഞ്ഞുകൊണ്ട് ചാരു പറഞ്ഞു. നിന്റെ വായിൽ നിന്നും വരുന്ന വർത്തമാനത്തിന് ഇതൊന്നുമല്ല തരേണ്ടത്. മേലാൽ ഇനി ഇത് ആവർത്തിച്ചാൽ. പറഞ്ഞുകൊണ്ട് അശ്വിൻ അവിടെ നിന്ന് നടന്നു മാറി. അമ്മയോട് വഴക്കിട്ട് അവിടെ വീട്ടിൽ നിന്നും വന്നതിൽ പിന്നെ അശ്വിൻ വീട്ടിലേക്ക് പോയതേയില്ല. എങ്കിലും അങ്കിളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷിക്കും. മൃദുല പറയുന്നത് ശരിയല്ലേ അശ്വിൻ? ഇപ്പോൾ തന്നെ കമ്പനിയിൽ ഒരുപാട് തിരക്കുകളുണ്ട്. ഈ തിരക്കിനിടയിലും ബിസിനസ് ടൂറും മറ്റും അറ്റൻഡ് ചെയ്യുന്നതും അയാളല്ലേ? എനിക്കിപ്പോൾ സുഖമില്ലാത്തത് കൊണ്ട് കൂടെ പോകാൻ പോലും കഴിയാറില്ല. അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ കുറച്ച് ഇൻവോൾവ്മെൻറ്റ് കൂടി അതിലുണ്ടാകണമെന്ന് അയാൾ പറയുന്നതിൽ എന്താ തെറ്റ്? പോരാത്തതിന് നീയൊന്ന് സെറ്റിൽഡായി കാണണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? അങ്കിൾ പറയുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. എനിക്കെൻ്റെ പ്രൊഫഷനിൽ കുറച്ചുകൂടി ഇൻവോൾവ് ആകണം. മാരേജ് എൻ്റെ ചിന്തയിൽ കൂടിയില്ല.